ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിത് രാവിലെ തന്നെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്നല്ലേ, നമ്മളന്ന് കുറേ മത്തങ്ങ ചെറുതായിട്ട് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ നിങ്ങൾ കാണിച്ചു തന്നു അല്ലേ. അപ്പോൾ എല്ലാം പെരിച്ചാഴി അതുപോലെ എലീൻ്റെ ശല്യക്കൂടെ ഭയങ്കരമാണ്, മൃഗശല്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതൊന്നും നമുക്കധികം കിട്ടാറില്ല. അപ്പോൾ നമ്മളിത് മത്തങ്ങ ഉണ്ടായപ്പോൾ കുറേ മത്തങ്ങ ഉണ്ടായി. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഒരു 2 കവറ് കെട്ടി വെച്ചു കേട്ടോ. അപ്പോൾ അതങ്ങനെയെങ്കിലും ഉണ്ടാവുമെന്ന്, എന്തായാലും കവറ് പൊളിച്ചിട്ട് എന്തായാലും എലിയൊന്നും എടുത്തിട്ട് പോകില്ല എന്നൊരു ഇതുകൊണ്ട് ഞാനങ്ങനെ കെട്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അപ്പോൾ കുഞ്ഞിതായപ്പോൾ നിങ്ങൾ കാണിച്ചു തന്നായിരുന്നല്ലോ. അപ്പോൾ ഇത് ഇച്ചിരി വലുതായിട്ടുണ്ട് കേട്ടോ, കറി വെക്കാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഒരു കണ്ടൻറ്റും ഇല്ലാത്ത ടോപ്പിക്കായിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ നടക്കണമെന്നല്ലേ. അപ്പോൾ അല്ല കേട്ടോ, അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് സന്തോഷം. അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ ഓർത്തു കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ ഒരു പൂവ് ആവട്ടെ, ഒരു ചെടി ആവട്ടെ, അതിലൊരു മുട്ട വിട്ട് അത് പൂവ് വിരിഞ്ഞ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ പച്ചക്കറിയൊക്കെ നടുമ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരിക്കും. അപ്പോൾ പിന്നെ ചുമ്മാ ഞാനത് എൻ്റെ സന്തോഷം നിങ്ങളെയും കൂടെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ നമ്മൾ ഈ മത്തങ്ങയൊക്കെ ഓലം വെക്കുക, അല്ലെങ്കിൽ പരിപ്പിട്ട് കറി വെക്കാൻ എന്ത് വേണമെങ്കിൽ കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിതാ അത് കഴിഞ്ഞിട്ട് നിങ്ങളെ വേറൊരു സൂത്രം കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മത്തങ്ങ നമ്മൾ രാവിലെ തന്നെ പറിച്ച് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഫിഷ് കറിയൊക്കെ ഉള്ളതുകൊണ്ട് മത്തങ്ങ ഇന്ന് വെക്കുന്നില്ല. നാളെ നമ്മളൊരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചൊരു ഓലം വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കാണിച്ചു തരാം. പിന്നെ അപ്പുറത്ത് കുമ്പളങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു എൻ്റെ ഹസ്ബൻഡ് ചേട്ടനാണ് ഇതിന് വിത്ത് കൊണ്ടു തന്നത് കേട്ടോ. വിത്തെന്ന് വെച്ചാൽ തയ്യ്, ഈ കുമ്പളങ്ങേൻ്റെയും മത്തങ്ങേൻ്റെയൊക്കെ. അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേന് മഴക്കാലമായിരുന്നതുകൊണ്ട് വെച്ചപ്പോഴത്തേന് ഉണ്ടായി എന്തായാലും. അപ്പോൾ അത് കുമ്പളങ്ങ 2-3 നാളിൽ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇതെല്ലാം വെയിൽ കൊണ്ടിട്ട് ഇച്ചിരി മഞ്ഞ കളറായിട്ടുണ്ട്. അപ്പോൾ അത് ഇച്ചിരി ചപ്പെല്ലാം വെട്ടിയിടണം അതിൻ്റെ മേലെ, എന്നാലേ അത് അല്ലെങ്കിൽ എല്ലാം ഇതായി പഴുത്തു പോകുന്ന പോലെ ഉണ്ട് കേട്ടോ. നല്ല വെയിലല്ലേ ഇപ്പോൾ, രാവിലെ ആണെങ്കിൽ നല്ല തണുപ്പും പിന്നെ ഞങ്ങളുടെ ഡേ ടൈം ഫുള്ളായിട്ട് നല്ല വെയിലുമാണ്. അപ്പോൾ ഇതിലൊരു കുമ്പളങ്ങ നല്ല വിളഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കയ്യിൽ ക്യാമറയും അതായിട്ട് മുറിച്ചെടുക്കാനായിട്ട് കുറച്ച് കഷ്ടം കേട്ടോ. അപ്പോൾ പിന്നെ മുറിച്ച് കഴിഞ്ഞിട്ടതാ അപ്പുകുട്ടനെ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അപ്പോൾ അപ്പുകുട്ടനെ മത്തങ്ങ കാണിച്ചെടുത്തും ഭയങ്കര സന്തോഷം. തൊട്ടൊക്കെ നോക്കിയിട്ടോ. കുമ്പളങ്ങ ഞാൻ തൊട്ട് നോക്കാൻ പറ്റില്ല, ചെറിയ മുള്ളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള